ഒരു കാലത്ത് ഭിക്ഷാടനം ചെയ്ത് ജീവിച്ചിരുന്ന അതിപാവപ്പെട്ട ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു. 5 ദിവസമായി അവർക്ക് യാതൊന്നും ലഭിച്ചിരുന്നില്ല. എങ്കിലും അവർ വെള്ളം മാത്രം കുടിച്ച് ഭഗവാൻ നാരായണന്റെ നാമം ജപിച്ച് തൃപ്തിയായി കഴിഞ്ഞു. 6-ാം ദിവസം ഒടുവിൽ അവർക്ക് ഭിക്ഷയായി ഒരു കൈ നിറയെ വറുത്ത കടലകൾ ലഭിച്ചു. കഠിനമായ വിശപ്പുണ്ടായിരുന്നിട്ടും അവർ അത് കഴിക്കാതെ ഉറച്ച മനസ്സോടെ ഈ അന്നം എന്റേതല്ല, നാളെ പ്രഭാതത്തിൽ വാസുദേവന് സമർപ്പിച്ച ശേഷം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. അവർ ആ വിശുദ്ധമായ കടലകൾ ഒരു ചെറിയ തുണിയിൽ ഭംഗിയായി കെട്ടി ഭഗവാന്റെ നാമത്തിൽ സമർപ്പിച്ച് ഉറങ്ങാൻ കിടന്നു. അതേ രാത്രിയിൽ ചില കള്ളന്മാർ ആ സാധു സ്ത്രീയുടെ കുടിലിൽ മോഷണത്തിനായി അതിക്രമിച്ചു കയറി. തിരച്ചിലിനൊടുവിൽ അവർക്ക് കിട്ടിയത് സ്വർണമാണെന്ന് കരുതിയ ആ ചെറിയ കടല കിഴി മാത്രമായിരുന്നു. ആ വൃദ്ധയായ സ്ത്രീ ഉണർന്ന് നിലവിളിച്ചപ്പോൾ പേടിച്ച കള്ളന്മാർ ആ കിഴിയുമായി ഓടി. ഗ്രാമവാസികൾ അവരെ പിന്തുടർന്നു. ഭയന്ന കള്ളന്മാർ ഓടി ഒളിച്ചത് ഒരു മഹർഷിയുടെ ആശ്രമത്തിനുള്ളിലായിരുന്നു. അവിടെ അന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും സുദാമയും വിദ്യ അഭ്യസിച്ചു വരികയായിരുന്നു. ഗ്രാമവാസികൾ തങ്ങളുടെ അടുത്തേക്ക് എത്താറായെന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ വീണ്ടും ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ അവർ അറിയാതെ ആ കടലക്കിഴി ആശ്രമത്തിൽ ഉപേക്ഷിച്ചു. പ്രഭാതത്തിൽ തന്റെ കടലക്കിഴി മോഷണം പോയതറിഞ്ഞ ആ വൃദ്ധയായ സാധു സ്ത്രീ ദേഷ്യവും ദുഃഖവും കാരണം ഹൃദയം തകർന്ന് ഉറക്കെ ശപിച്ചു. ഭഗവാന് പ്രസാദമായി സമർപ്പിക്കാനിരുന്ന ഈ കടലക്കിഴികൾ ആരാണോ എന്റെ സമ്മതമില്ലാതെ ഭക്ഷിക്കുന്നത് അവർ കഠിനമായ ദാരിദ്ര്യത്തിൽ അകപ്പെടട്ടെ, നിർധനരായി തീരട്ടെ. അതേസമയം പ്രഭാത കൃത്യങ്ങൾക്കായി ആശ്രമം വൃത്തിയാക്കുകയായിരുന്ന ആ മഹർഷിയുടെ പത്നിക്ക് ആ ചെറിയ കടലക്കിഴി ലഭിക്കുകയും അതവർ തുറന്നു നോക്കിയപ്പോൾ അതിൽ വറുത്ത കടലുകളുമായിരുന്നു. കൃഷ്ണനും സുദാമനും അപ്പോൾ തന്നെ വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. വാത്സല്യത്തോടെ ആ ഗുരുവിന്റെ പത്നി ആ കടലക്കിഴി സുദാമനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പുത്രന്മാരെ, നിങ്ങൾ കാട്ടിൽ വിറകു ശേഖരിക്കാൻ പോവുകയല്ലേ? ആ സമയം നിങ്ങൾക്ക് തീർച്ചയായും വിശക്കും. അപ്പോൾ നിങ്ങൾ ഇത് തുല്യമായി പങ്കിട്ട് കഴിക്കുക. ജന്മനാ ആത്മീയ ജ്ഞാനിയായിരുന്ന സുദാമാവ് ആ നിമിഷം തന്നെ ആ കിഴിയുടെ പിന്നിലെ ശാപത്തിന്റെ മറഞ്ഞിരിക്കുന്ന സത്യം തന്റെ ദിവ്യ ദൃഷ്ടിയിൽ മനസ്സിലാക്കി. ഗുരുമാതാവിന്റെ വാക്കും ശാപത്തിന്റെ ഭീകരതയും അദ്ദേഹത്തെ ഒരു നിമിഷം ചിന്തിപ്പിച്ചു. സുദാമാവ് മനസ്സിൽ ഉറപ്പിച്ചു, ഗുരുമാതാവ് തുല്യമായി പങ്കിടാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന എന്റെ പ്രിയപ്പെട്ട കൃഷ്ണന് ഈ ശാപം ഒരൽപ്പം പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു കടലയെങ്കിലും കൃഷ്ണൻ കഴിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ദാരിദ്ര്യത്തിന്റെ പിടിയിലാകും. അത് സംഭവിക്കാൻ പാടില്ല. എന്റെ നാഥന് വേണ്ടി ഞാനിത് സ്വയം ഏറ്റെടുക്കും. ആ തീരുമാനത്തോടെ അഗാധമായ സ്നേഹത്താലും പരമമായ ഭക്തിയിലും സുദാമാവ് കടലകൾ മറച്ചുവെച്ച് തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ച് കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഭക്ഷിച്ചു. അതുവഴി ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാപമുക്തനാണെന്ന് ഉറപ്പുവരുത്തി. അതൊരു ഭക്ഷണം കഴിക്കലായിരുന്നില്ല, മറിച്ച് പ്രിയപ്പെട്ട കണ്ണനു വേണ്ടിയുള്ള ഒരു മഹാത്യാഗമായിരുന്നു. തന്റെ പ്രിയ നാഥനു വേണ്ടി ആ ദാരിദ്ര്യത്തിന്റെ ശാപഭാരം അദ്ദേഹം സ്വയം ഏറ്റെടുത്തു. അങ്ങനെ ലോകനാഥനെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാനായി സുദാമ സ്വമനസാലെ ദാരിദ്ര്യം തിരഞ്ഞെടുത്തു. സൗഹൃദത്തിനു വേണ്ടി സ്വന്തം ജീവിത സുഖം പൂർണ്ണമായി ത്യജിച്ച സുദാമാവിന്റെ ഈ ഭക്തിയുടെ മഹിമയാണ് അദ്ദേഹത്തെ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാക്കി മാറ്റിയത്. ഇനി നിങ്ങൾ പറയൂ, സുദാമയും കുചേലനും ഒന്നു തന്നെയാണോ? ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള സുദാമാവിന്റെ നിറഞ്ഞ ഭക്തി കാണിക്കുന്ന ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ രാധേ.